ഹരി ഓം. കൃഷ്ണം വന്ദേ സത്സംഗ സമിതിയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ആചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂരി സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ തൃതീയ സ്കന്ധം 25-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് കേൾക്കുന്നതിനായിട്ട് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. സാറിനെ ഒരിക്കൽ കൂടി സ്നേഹാദരപൂർവ്വം സ്വാഗതം. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജുഹാവ ത്രേതി തന്മയതയാ തരവോർത്തിനേ ദുഃഖം ബഹുഭൂതഹൃദയം. പ്രമാദജ്ഞരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 25-ാം അധ്യായം. കഴിഞ്ഞ ദിവസം 3-ാമത്തെ ഒരു ശ്ലോകം വിട്ടിട്ട് 4-ാമത്തെ ശ്ലോകം എടുത്തായിരുന്നു. ആ 3-ാമത്തെ ശ്ലോകം എടുത്തിട്ട് നമുക്ക് 4-ലേക്ക് കിടക്കാം. യദ്യദ്വിധത്തെ ഭഗവൻ സ്വച്ഛന്ദാത്മാ ആത്മമായയാം താനി മേ ശ്രദ്ധധാനുഷ്യ കീർത്തന്യാന്യനുകീർത്തേ. യത് വിധത്തെ യാതൊന്നാണോ ചെയ്യുന്നത് ഭഗവാൻ സ്വച്ഛന്ദ ആത്മമായ സ്വച്ഛന്ദാത്മാവായ ഭഗവാൻ സ്വന്തം ഇച്ഛയനുസരിച്ച് ശരീരം ദേഹം സ്വീകരിച്ചവനാണ് ഭഗവാൻ. സ്വച്ഛന്ദാത്മാവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആത്മമായ തന്റെ മായയെ കൊണ്ട് തന്നെ യദ്വിധത്തെ യാതൊന്ന് ചെയ്യുന്നുവോ സ്വച്ഛന്ദ ആത്മാ ഭഗവാൻ, സ്വച്ഛന്ദാത്മാവായ ഭഗവാൻ ആത്മമായ കൊണ്ട് യാതൊരു പ്രവൃത്തികൾ അനുഷ്ഠിച്ചുവോ താനി അവകൾ ശ്രദ്ധധാനഫ്യമേ ശ്രദ്ധിച്ചിരിക്കുന്നവനായ എനിക്ക് കീർത്തന്യാനി അനുകീർത്തയ കീർത്തിക്കാൻ യോഗ്യമായ ആ ഭഗവത് കീർത്തനങ്ങൾ അനുക്രമം എനിക്ക് കീർത്തിച്ച് തന്നാലും എന്ന് ആവശ്യപ്പെട്ടു പോകുന്നത്. ഭഗവാന്റെ മഹാത്മ്യം കേട്ട് എനിക്ക് മതിയായില്ല എന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് സ്വേച്ഛ അനുസരിച്ച് സ്വരൂപം സ്വീകരിച്ച ആ ഭഗവാൻ ഇപ്പൊ കപിലമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചത് സ്വേച്ഛ കൊണ്ടാണ്, ആരും പറഞ്ഞിട്ടല്ല. ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ കപിലനായി അവതരിച്ചു കൊള്ളാം. എല്ലാവരും ചെന്ന് കപിലനായി അവതരിച്ച് സാഖ്യം ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടതല്ല. സ്വന്തം ഇച്ഛ അനുസരിച്ച് കപിലനായി ജനിച്ച് സാഖ്യം ഉപദേശിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ ഇങ്ങോട്ട്. അതുകൊണ്ടാണ് സ്വേച്ഛ കൊണ്ട് ശരീരം സ്വീകരിച്ചവനായ ആ ഭഗവാൻ ഏതേത് പ്രവൃത്തികളെയാണോ ആചരിച്ചത് അതൊക്കെ കീർത്തിക്കാൻ യോഗ്യമായ ആ കീർത്തനങ്ങളെ ശ്രദ്ധാലുവായ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് ആവശ്യം. യദ്യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാ ആത്മമായയാം താനി മേ ശ്രദ്ധാനുഷ്യ കീർത്തന്യനുകീർത്തയാം. സ്വച്ഛന്ദാത്മാ ഭഗവാൻ ആത്മമായ യത് വിധത്തെ കീർത്തന്യാനി താനി ശ്രദ്ധാനുഷ്യ മേ അനുകീർത്തയാം. യദ്യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാ ആത്മമായയാം താനി മേ ശ്രദ്ധാനുഷ്യ കീർത്തന്യനുകീർത്തയാം. യദ്യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാ ആത്മമായയാം താനി മേ ശ്രദ്ധാനുഷ്യ കീർത്തന്യനുകീർത്തയാം.
യദ്യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാത്മമായയാം താനി മേ ശ്രദ്ധധാനഫ്യാകീർത്തന്യനുകീർത്തയാം. ഭൂത ഉവാച. ഇങ്ങനെ ശൗനകൻ പറഞ്ഞപ്പോൾ ഭൂതൻ മറുപടി പറയാം. ദ്വൈപായന ഫഖഫ്ത്വേവം മൈത്രേയോ ഭഗവാംസ്തഥാം പ്രാഹേദം വിദുരം പ്രീത അന്വിക്ഷിക്യം പ്രചോദിതാം. ദ്വൈപായനൻ എടുത്താണ് എന്നൊന്ന് പറയുന്നേ ഉള്ളൂ. ദ്വൈപായനന്റെ സഖാവായ സമാനമായ ഖ്യാതിയുള്ളവനായ മൈത്രേയൻ പ്രാഹ ഇദം വിദുരം, ഇദം പ്രാഹ ഇങ്ങനെ പറഞ്ഞു വിദുരനോട് പ്രീത സന്തുഷ്ടമായിട്ട് ആന്വീക്ഷിക്കാം പ്രചോദിത. ആന്വീക്ഷിക്കി എന്ന് പറയുന്നത് ആത്മവിദ്യയുടെ പേരാണ്. ആന്വീക്ഷിക്കുക കൊണ്ട് ആത്മവിദ്യയിൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായ മൈത്രേയൻ സന്തുഷ്ടനായിട്ട് വിദുരരോട് ഇങ്ങനെ പറഞ്ഞു. ഭൂത ശൗനക സംവാദം കഴിഞ്ഞു, ഇനിയും വിദുര മൈത്രേയ സംവാദമാണ്. ഇങ്ങനെ ശൗനകൻ ഭൂതനോട് ചോദിച്ചപ്പോൾ ഭൂതൻ മൈത്രേയൻ ഇങ്ങനെ വിദുരരോട് പറഞ്ഞു എന്ന് ഈ കഥ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുകയാണ്. ദ്വൈപായന ഫഖഫ്ത്വേവം മൈത്രേയോ ഭഗവാംസ്തഥാ പ്രാഹേദം വിദുരം പ്രീത അന്വീക്ഷിക്യം പ്രചോദിതാം. ദ്വൈപായന ഫഖഫ്ത്വേവം മൈത്രേയോ ഭഗവാംസ്തഥാ പ്രാഹേദം വിദുര പ്രീത അന്വീക്ഷ്യം പ്രചോദിത. മൈത്രേയ. ഇനി മൈത്രേയൻ ബാക്കി ഈ എന്താ കപിലന്റെ കഥ പറയാൻ പുറപ്പെടുക. പിതരി പ്രസ്ഥിതേരണ്യം മാതുപ്രിയ ചികീർഷയാം തസ്മിൻ ബിന്ദുഫരേവാത്ഫീത് ഭഗവൻ കപിലക്കിലാം. പിതരി അരണ്യം പ്രസ്ഥിതേ, പിതാവ് വനത്തിലേക്ക് പോയപ്പോൾ സന്യാസം സ്വീകരിച്ച് പിതാവായ കർദമൻ വനത്തിലേക്ക് പോയപ്പോൾ, പിതരി എന്നുള്ള പിതൃശബ്ദം സപ്തമി ആയതുകൊണ്ടാണ്. പിതാവ് പോയപ്പോൾ ഇത് മതി, പക്ഷെ ഇത് ഫലിസപ്തമി ആയതുകൊണ്ട് പിതരി എന്ന് സപ്തമി ഉപയോഗിച്ചാണ്. അപ്പൊ പിതരി അരണ്യം പ്രസ്ഥിതേ, പിതാവ് അരണ്യത്തിലേക്ക് പോയപ്പോൾ മാതുഹു പ്രിയ ചികീർഷയ, മാതുഹു മാതാവിന്റെ പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായി. ചികീർഷ എന്ന് വെച്ചാൽ കർത്തുമിച്ഛ ചികീർഷ, ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ. ചികീർഷയ ചെയ്യാൻ ആഗ്രഹിച്ചു. എന്ത് ചെയ്യാൻ? പ്രിയ ചികീർഷയ, അമ്മയുടെ പ്രിയം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തസ്മിൻ ബിന്ദുഫരെ, ആ ബിന്ദുഫരസിൽ തന്നെ അവാത്ഫീദ് വസിച്ചു ഭഗവാൻ കപിലക്കില, കപില ഭഗവാൻ അവിടെ തന്നെ താമസിച്ചു പോലും. ആ ബിന്ദുഫർഷ വിട്ടുപോയില്ല. കാരണം എന്താണ്? അമ്മയുടെ മാതാവായ ദേവഹൂതിയുടെ ഇഷ്ടത്തെ ചെയ്യണം എന്ന് ഉള്ള ഒരു കാരുണ്യത്തോടു കൂടി തന്നെ ആ ബിന്ദുഫർഷിൽ തന്നെ അച്ഛൻ പോയപ്പോൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോകാം, പക്ഷെ പോയില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൂട്ടണം എന്ന് വിചാരിച്ച് അവിടെ തന്നെ താമസിച്ചു. പിതരി പ്രസ്ഥിതേരണ്യം മാതുപ്രിയ ചികീർഷയാം തസ്മിൻ ബിന്ദുഫരേവാത്ഫീത് ഭഗവൻ കപിലക്കിലാം. പിതരി അരണ്യം പ്രസ്ഥിതേ ഭഗവൻ കപിലഃ മാതുപ്രിയ ചികീർഷയാം തസ്മിൻ ബിന്ദുഫരേ അവാത്ഫീത് കില. പിതരി പ്രസ്ഥിതേരണ്യം മാതുപ്രിയ ചികീർഷയാം തസ്മിൻ ബിന്ദുഫരേവാത്ഫീത് ഭഗവൻ കപിലക്കിലാം. പിതരി പ്രസ്ഥിതേരണ്യം മാതുപ്രിയ ചികീർഷയാം തസ്മിൻ ബിന്ദുഫരേവാത്ഫീത് ഭഗവൻ കപിലക്കിലാം. തമാഫീനമകർമാണം തത്വമാർഗ അഗ്രദർശനം ഫുഫുദം ദേവഹുത്യാഹ ധാതുസ്വരതീവചാം. തം ആഫീനം അകർമാണം, തം അവനോട്, ആഫീനം ഇരിക്കുന്നവനോട്, തം ആഫീനം ആ ഇരിക്കുന്ന അവനോട്, അകർമാണം ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കുന്ന അവനോട്, എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവൃത്തനായി കപിലൻ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളിൽ പ്രധാനം കളിക്കലാണ്. അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ ധ്യാന നിമഗ്നായി എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന മകനെയാണ് അമ്മ കാണുക. ഇങ്ങനെ കണ്ട്
കാരണം അവന്റെ കളികളൊക്കെ ഈശ്വര സ്വരൂപവും ഈശ്വര വിഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ, മറ്റൊന്നിലേക്കും ശ്രദ്ധയില്ല. അത് മറ്റെല്ലാ കർമ്മങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? പിന്തിരി. അകർമാണം തത്വമാർഗ അഗ്രദർശനം. തത്വമാർഗത്തിന്റെ അഗ്രം കാണിച്ചു കൊടുക്കുന്നവനാണ്. തത്വമാർഗത്തിന്റെ അഗ്രം, അറ്റം, അത് കാണിച്ചു കൊടുക്കുന്നവനും ആയ സുഹൃതം, സ്വന്തം പുത്രനോട് ദേവഹൂതി ആഹ, ദേവഹൂതി ചോദിച്ചു, ധാതു സസ്മരതി വചഃ, ബ്രഹ്മാവിന്റെ വാക്കിനെ ഓർമ്മിച്ചുകൊണ്ട്. ധാതുഹു ബ്രഹ്മാവിന്റെ, വചഃ വാക്കുകളെ, സംസ്മരതി വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട്. സ്മരതി ഓർമ്മിച്ചുകൊണ്ട്, സംസ്മരതി വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട്, ബ്രഹ്മാവിന്റെ വാക്കുകളെ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട്. അങ്ങനെ കർമ്മമാർഗത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ധ്യാന നിമഗ്നനായി ഒരു ദിവസം ഒരു വൃക്ഷച്ചൂട്ടിൽ അങ്ങനെ ഇരിക്കുന്ന മകനെ കണ്ടപ്പോൾ, ദൂരെ വെച്ച് കണ്ടപ്പോൾ ദേവഹൂതിക്ക് തോന്നി, ഇത് മകനല്ല, ദക്ഷിണാമൂർത്തിയായ സാക്ഷാൽ പരമേശ്വരനാണ്. ജ്ഞാനോപദേശം ഞാൻ അദ്ദേഹത്തിനെ വിട്ടുകൊടുത്തു. പെട്ടെന്ന് മകന്റെ സ്വരൂപത്തിന്റെ സ്ഥാനത്ത് കാണുന്നത് ദക്ഷിണാമൂർത്തിയാണ്. ഇത് കണ്ടതോടെ അമ്മയുടെ നില മുഴുവൻ വിട്ടു, മകൻ എന്നുള്ള അവസ്ഥയെ വിട്ടു, ഓടിച്ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അമ്മയാണെന്ന് വിചാരിച്ചൊന്നുമല്ല, ആരാണ്? ദക്ഷിണാമൂർത്തി. ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് എന്നിട്ട് പ്രാഹ ചോദിച്ചു. ഭഗവാനോട് ചോദിക്കുന്ന പോലെ മകനോട് ചോദിച്ചു. ദേവഹൂതി ആഹ, ആരോട്? സുഹൃതം, സ്വന്തം പുത്രനോട്. എങ്ങനെയുള്ള പുത്രൻ? തത്വമാർഗ അഗ്രദർശനം അകർമാണം ആഫീനം തം ദേവഹൂതി ആഹ. എന്തുകൊണ്ടാണ്? ബ്രഹ്മാവ് പണ്ട് പറഞ്ഞ വാക്കിനെ ഓർത്തു ദേവഹൂതി. നിനക്ക് സാഖ്യദർശനത്തിന്റെ പൊരുൾ ആത്മതത്വബോധം ഉപദേശിച്ചു തരും എന്ന് ഉള്ള വാക്ക് ഓർമ്മിച്ചുകൊണ്ട് ചോദിച്ചു. തമാഫീനമകർമാണം തത്വമാർഗഗ്രദർശനം ഫുഫുദം ദേവഹുത്യാഹ ധാതു സംസ്മരതീവചാം. അകർമാണം തത്വമാർഗ അഗ്രദർശനം ആഫീനം തം ഫുഫുദം ധാതുഹു വചഃ സംസ്മരതി ദേവഹൂതി ആഹ. തമാഫീനമകർമാണം തത്വമാർഗഗ്രദർശനം ഫുഫുദം ദേവഹുത്യാഹ ധാതു സംസ്മരതീവചാം. തമാഫീനമകർമാണം തത്വമാർഗഗ്രദർശനം ഫുഫുദം ദേവഹുത്യാഹ ധാതു സംസ്മരതീവചാം. തമാഫീനമകർമാണം തത്വമാർഗഗ്രദർശനം ഫുഫുദം ദേവഹുത്യാഹ ധാതു സംസ്മരതീവചാം. ദേവഹൂതിരുവാച. ദേവഹൂതിയുടെ ചോദ്യം ആരംഭിക്കാം. ഈ ചോദ്യം കഴിയുമ്പോഴാണ് കപിലന്റെ ഉപദേശം വരുന്നത്. ഉപദേശിക്കാൻ പര്യാപ്തമായി ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിർവിണ്ണാനിതരാം ഭൂവൻ അഫദിന്ദ്രിയദർശനാ ഏന സംഭവ്യമാനേന പ്രപന്നന്ധതമം പ്രഭോ. ഏതൊരു ഭാരതത്തിലെ അമ്മമാരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ദേവഹൂതി ആദ്യം ചോദിച്ചത്. നിർവിണ്ണ നിതരാം ഭൂമൻ. ഹേ ഭൂമൻ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവൻ. ഭൂമൻ എന്ന വാക്കിൻ്റെ അർത്ഥം സർവവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവൻ. നിർവിണ്ണ, ഏറ്റവും ക്ഷീണിതയായി, ഏറ്റവും പരിശ്രമിച്ച് ക്ഷീണിക്കപ്പെട്ടിരിക്കുന്നു. നിർവിണ്ണ നിതരാം, കൂടുതൽ, ഏറ്റവും അധികം. ഭൂമൻ, ഏ ഉമാവായ ഭഗവൻ, ഞാൻ ക്ഷീണിച്ചത് എന്ത് ചെയ്തിട്ടാണ്? അഫത് ഇന്ദ്രിയ ദർശന. അഫത്തായ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് 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 മടുത്തു, ഞാൻ ക്ഷീണിച്ചു. ഇന്ദ്രിയങ്ങൾ അഫത്തുകളാണ്. അഫത്ത് എന്ന് വെച്ചാൽ എന്താർത്ഥം? ഇല്ലാത്തതാണ് ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങൾ കൂടി ഫത്തും അഫത്തും നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. ഒരു ദിവസം അധിക സമയവും ഇന്ദ്രിയങ്ങളിൽ കൂടി സ്വീകരിക്കുന്ന അഫത്തുകളാണ്.
ഒരു ദിവസം ഭാഗവതത്തിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ, ഭാഗവതം വായിച്ചില്ലെങ്കിൽ അന്ന് ഇന്ദ്രിയത്തിൽ കൂടി കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ അസത്തുകളായിരിക്കും. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ സത്ത് സ്വീകരിക്കുന്നുള്ളൂ. ഈ അസത്ത് ഉള്ളിലേക്ക് സ്വീകരിക്കും തോറും തളരുകയാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. കണ്ണിന് എന്താണോ ഇഷ്ടം അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ദൂരെ സ്ഥലത്ത് വണ്ടി പിടിച്ച് ദൂരെ പോയി എന്താണ് കണ്ണിനെ സന്തോഷിപ്പിക്കുക. ആവൂ, കണ്ണിന് സന്തോഷമായി, അതുകൊണ്ട് തീരുവോ? ഇല്ല, അടുത്ത സ്ഥലത്തേക്ക് പിന്നെയും പോകാൻ കണ്ണ് ആവശ്യപ്പെടും. ഇങ്ങനെ ലോകാന്തരങ്ങൾ മുഴുവനും സഞ്ചരിച്ച് നടക്കും. അതുകൊണ്ട് തൃപ്തിയാകുമോ? അതുമില്ല, തൽക്കാലത്തേക്കുള്ളൂ. തിരിച്ചു വരുമ്പോൾ അടുത്ത പിന്നെയും കാണുന്നതായി. സംതൃപ്തി ഉണ്ടാകുമെങ്കിൽ അത് മതിയല്ലോ, അതുണ്ടാവില്ല. നിർവിണ്ണാനിതരാം ഭൂമൻ അഫദ് ഇന്ദ്രിയ തർഷണാത്. അതുപോലെ ചെവി കണ്ട് കേട്ടാൽ നല്ല സുന്ദരമായ പാട്ട് കേട്ടു, ആവൂ മതിയായി, ഇനി എനിക്ക് ഒരു പാട്ടും കേൾക്കണം. അങ്ങനെയല്ല, പിറ്റേ ദിവസം ഈ പാട്ട് ഒന്നും കേൾക്കണം, അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കേൾക്കണം, അതിനേക്കാൾ നല്ലൊരു പാട്ടുണ്ടെങ്കിൽ അതും കേൾക്കണം. എന്താണ്? ചെവി എന്ന ഇന്ദ്രിയത്തെ സന്തോഷിപ്പിച്ച് ഞാൻ വശം കിട്ടു. ഏതൊരമ്മയെ ഇങ്ങനെ ചോദിക്കുന്നേ? പിന്നെ നാവ്, സ്വാദ് അന്വേഷിച്ച് എത്ര ഹോട്ടലിൽ ഓടി നടക്കും. ആരെങ്കിലും പറഞ്ഞാൽ മതി ഇന്ന ഹോട്ടലിലെ ഏറ്റവും രുചികരമായ ഫുഡ് എന്ന് പറഞ്ഞാൽ, ഓ, എല്ലാ ജോലിയും തിരക്കും ഒക്കെ ഉപേക്ഷിച്ച് വണ്ടി എടുത്ത് ദൂരെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും. ഹാവു, നല്ല സുഖമാണ്, നല്ല സ്വാദ്, നല്ല രസം. ആരെ സന്തോഷിപ്പിച്ചു? നാവിൽ. അതുകൊണ്ട് തീരുവോ? ഇല്ല, പിറ്റേ ദിവസം വീണ്ടും വേണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം വേറെ രുചിക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ഇങ്ങനെ രുചികൾ അന്വേഷിച്ച്, കാഴ്ചകൾ അന്വേഷിച്ചിട്ട്, നല്ല ശബ്ദങ്ങൾ അന്വേഷിച്ച്, ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് ഞാൻ വശം കെട്ടിരിക്കും. അത്ര സത്യമാണ് ഈ അമ്മയെന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതം മുഴുവൻ ഇവരെ സന്തോഷിപ്പിക്കലല്ലേ. ഇതുകൊണ്ട് ഇവർക്ക് ആവും തൽക്കാലത്തേക്ക്. പിന്നെ എന്ത് ചെയ്യും? ഇനിയും മറ്റൊന്ന് വേണമെന്ന് ആവശ്യം. അഫദ് ഇന്ദ്രിയ തർഷണാത്. ഓരോ പ്രാവശ്യവും ഈ ഒരൊറ്റ വാക്ക് ഓർമ്മിച്ചിരിക്കണം. ഈ ശ്ലോകം കൊണ്ട് ഓർക്കണമെന്നില്ല. അഫദ് ഇന്ദ്രിയ തർഷണാത്. ഞാൻ ഈ കാണിക്കുന്ന മുഴുവൻ അഫത്തുകളായ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കലാണ്. അതിന്റെ പുറകെ ഒത്തിരി കാലം പോയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ഈ സന്തോഷം ഒരിക്കലും കിട്ടാനേ പോകുന്നില്ല. അഫദ് ഇന്ദ്രിയ തർഷണാത്. അഫത്തുക്കളായ ഈ ഓരോ ഇന്ദ്രിയങ്ങളെയും ഓരോ ദിവസവും സന്തോഷിപ്പിച്ച് ഇതാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നടന്ന് ക്ഷീണിച്ച് പരിശ്രമിച്ച് നിർവിണ്ണാനിതരാം ഭൂമൻ. ഹേ ഭഗവൻ, ഞാൻ വളരെ ക്ലേശിക്കുകയാണ്, ജീവിതം മുഴുവൻ ക്ലേശിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇത് എവിടെയാ തീരുക? എവിടെയെങ്കിലും മതിയെന്ന് തോന്നാറുണ്ടോ? ഇല്ല. അന്തിമ നിമിഷം അടുത്താലും ഇതൊക്കെ മതി എന്ന് തോന്നില്ല. ആരെങ്കിലും കുറച്ച് കൊണ്ടുത്തരാമെങ്കിൽ തന്നോളൂ. എന്താണ്, എനിക്കൊരു ഇത്തിരി പായസം കുടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഇനി മോഹം, കൊണ്ടുവന്നുള്ളൂ പായസം. 10-90 വയസ്സ് അമ്മ കുടിച്ചില്ലേ പായസം ഇഷ്ടം പോലെ, ഇനി ഇതൊന്നും മതിയാക്കിക്കൂടെ? ഇല്ല. കാരണം എന്താണ്? ഇതിന്റെ പുറകെ നടന്നിട്ട് ഇതിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പുറപ്പെടുക. നാവിന് പായസം തൊണ്ടയ്ക്ക് കീഴേ ഇറങ്ങത്തുമില്ല. കാരണം അതുപോലത്തെ അവസ്ഥയിലായി. നാവിലേക്ക് ഒഴിച്ചോളൂ, സ്വാദ് കിട്ടുമല്ലോ, അത്രേ വേണ്ടൂ. ഇങ്ങനെ അഫദ് ഇന്ദ്രിയ ദർശനാത് നിർവിണ്ണാനിതരാം ഭൂമൻ. അഫത്തായ ഇന്ദ്രിയങ്ങളെ, ഒരിക്കലും ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് നിർവിണ്ണാനിതരാം ഭൂമൻ. ഞാൻ ഏറ്റവും ക്ലേശിച്ചു. ഒരമ്മ ഈശ്വരനോട് പറയേണ്ട ഏറ്റവും മനോഹരമായ ഒരു ദുഃഖമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എത്രയൊക്കെ സന്തോഷിപ്പിച്ചിട്ടും മതിയാവുന്നില്ല. പിന്നെ അതിൻ്റെ പുറകെ പോവാ, പിറ്റേ ദിവസം അതിൻ്റെ പുറകെ പോവും. ഇന്നലെയൊക്കെ ഇത് അനുഭവിച്ച് ഇഷ്ടം പോലെ സുഖിച്ചതല്ലേ? അതെ, അത് കഴിഞ്ഞല്ലോ, ഇന്നിനി വേറെ വീണ്ടും വേണം. ഇതെങ്ങും ചെന്ന് നിൽക്കില്ല. അന്തിമ നിമിഷം വരെയും നമ്മളെ ക്ലേശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതാണ് ഈ അമ്മ ആരോട്? മകനെന്ന ഈശ്വരനോട് ചോദിക്കും.
നിർവിണ്ണാനിതരാം ഭൂമൻ അപദിന്ദ്രിയ ദർശനാത് ഏന സംഭവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഏന സംഭവ്യമാനേന, നിരന്തരം ഫൽക്കരിക്കുന്നത് കൊണ്ട്. സംഭാവ്യമാനം ഫൽക്കരിക്കാം. അങ്ങനെ സംഭവ്യമാനേന ഏന, നിരന്തരം ഫലിക്കരിക്കുന്ന യാതൊരു കർമ്മമുണ്ടോ, ആ കർമ്മം കൊണ്ട്. ഏത് കർമ്മമാണ്? നിരന്തരമായും ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കൽ എന്ന കർമ്മം. അതാണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. ആ കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ധന്തമ പ്രപന്നം, ഏറ്റവും വലിയ അന്ധകാരമാകുന്ന ഇരുട്ടിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും കടന്നു പോവുകയാണ്. വെളിച്ചം കിട്ടുന്നില്ല. അന്ധകാരാവൃതമായ ഇരുട്ടിലേക്ക് പിന്നെ നീങ്ങുകയാണ്. ഇന്ദ്രിയങ്ങളെ നിരന്തരം അവിടെ തൃപ്തിപ്പെടുത്താനുള്ള എൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ മോഹവലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ മോഹമാണ് അജ്ഞാനമാകുന്ന അന്ധകാരം. ആ നിമിത്തം മനസ്സിന് ക്ലേശമാണ്. ഒരിക്കലും മനസ്സിന് സന്തോഷമില്ല. ഉണ്ടാവും അല്പസമയം, അത് കഴിയുമ്പോൾ അത് പോകും, പിന്നെയും വരും. നമ്മുടെ സന്തോഷം അങ്ങനെയാണ്. അത് സ്ഥിരമായി നിലനിൽക്കത്തേയില്ല. വരും പോകും, വരും പോകും, വരും പോകും, ഇങ്ങനെ വെക്കേണ്ടിയിരിക്കും. എന്നാൽ എന്ത് കിട്ടിയാലും സന്തോഷിക്കുമോ? അതുമില്ല. സന്തോഷിക്കും. ആ സന്തോഷത്തെയൊക്കെ നമ്മൾ എന്താക്കി മാറ്റും? ദുഃഖമാക്കി മാറ്റും. അതിനെ കഴിവാർക്കുണ്ട്, നമുക്കുണ്ട്. ഏതൊരു സന്ദേശം ഈശ്വരൻ നമുക്ക് തന്നാലും ആ സന്തോഷത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ എന്താക്കി മാറ്റും? ദുഃഖമാക്കി മാറ്റും. നല്ല സുഖമാണ്, പക്ഷെ എന്ത് ചെയ്യും? ആ സുഖം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ എന്തായി? അടുത്ത ദുഃഖമായി. ആ ദുഃഖവും ഒന്ന് മാറ്റി ഇത്തിരി നേരത്തേക്ക് സുഖം അനുഭവിച്ചു. നല്ല സുഖം, അതും 10 മിനിറ്റ് കഴിയുമ്പോൾ പോയി. ഏത് സുഖം കിട്ടിയാലും അനുഭവിച്ചു കഴിയുമ്പോൾ അതെന്താക്കി മാറ്റും? ദുഃഖമാക്കി മാറ്റും. നിത്യജീവിതചര്യം ഇവിടെ അങ്ങനെയാണ്. സുഖമായി ഉറങ്ങാൻ വേണ്ടി കട്ടിൽ പോയി കിടക്കാണ്. നിവർന്ന് കിടന്ന് എന്തൊരു സുഖം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വശത്തേക്ക് ചെരിയും. എന്താ കാരണം? ഇതാ സുഖം. മറ്റേ സുഖം അത് പോയി. നിവർന്ന് കിടന്നപ്പോൾ ഒരു സുഖമായിരുന്നു, അത് പോയി. അതിപ്പോ എന്തായി? ദുഃഖമായി. ആ ദുഃഖമായപ്പോ എന്ത് ചെയ്തു? ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടന്നു. നല്ല സുഖം, ശരിയാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ദുഃഖമായി. അപ്പൊ എന്ത് ചെയ്യും? വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കും. ഇനി എന്താണ്? ഇതാണ് സുഖം. ഇതല്ലേ നമ്മുടെ നിത്യജീവിതത്തിൽ? ഏതാ സുഖം? ഏത് സുഖം കിട്ടിയാലും അനുഭവിച്ചു കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ദുഃഖമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ പുറകെ നടന്ന് അവരെ സുഖിപ്പിച്ച് ഞാൻ മടുത്തു എന്നല്ല, അജ്ഞാനമാകുന്ന മോഹവലയത്തിൽ ഞാൻ അകപ്പെട്ടു പോയിരിക്കുന്നു. ഇതിന് എന്താണ് ഒരു പരിഹാരം? ഏതെങ്കിലും ഒരമ്മ ഇങ്ങനെ ചോദ്യം എപ്പോഴെങ്കിലും ചോദിക്കാത്ത? ദേവഹൂതി എന്ന ഭാരത മാതാവിന്റെ ഏതമ്മമാരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. ഇതാണ് ആദ്യം കവിനോട് ചോദിക്കാൻ പറഞ്ഞത്. നിർവിണ്ണാനിതരാം ഭൂമൻ അഫദിന്ദ്രിയ ദർശനാത് ഏന സംഭവ്യമാനേന പ്രപന്നന്ധം തമപ്രഭോ. ഹേ ഭൂമൻ, അഫദ് ഇന്ദ്രിയ ദർശനാത് നിതരാം നിർവിണ്ണ സംഭാവ്യമാനേന ഏന അന്ധം തമപ്രപന്ന. നിർവിണ്ണാനിതരാം ഭൂമൻ അഫദിന്ദ്രിയ ദർശനാത് ഏന സംഭവ്യമാനേന പ്രപന്നന്ധം തമപ്രഭോ. നിർവിണ്ണാനിതരാം ഭൂമൻ അഫദിന്ദ്രിയ ദർശനാത് ഏന സംഭവ്യമാനേന പ്രപന്നന്ധം തമപ്രഭോ. നിർവിണ്ണാനിതരാം ഭൂമൻ അഫദിന്ദ്രിയ ദർശനാത് ഏന സംഭവ്യമാനേന പ്രപന്നന്ധം തമപ്രഭോ. തഫ്യത്വം തമസോന്ധഫ്യ ദുഷ്പാരഫ്യ അദ്യവാരകം സച്ചക്ഷുർജന്മനാമന്തേ ലബ്ധം മേ തദനുഗ്രഹാത്. തഫ്യ അതിനെ, ത്വം അങ്ങ്, തമസു അന്ധഫ്യ ഇരുട്ടിന്റെ അഗാധമായിരിക്കുന്ന ഇരുട്ട്. അന്ധമായ തമസ് എന്ന് വെച്ചാൽ
അപ്പുറം കാണാനാവാത്ത ഇരുട്ട്. അതാണ് അഗാധമായ ഇരുട്ട് എന്ന് പറയുന്നത്. ഇരുട്ട് കൊണ്ട് നമുക്കിപ്പോൾ ഇരുട്ട് ഇത്ര ഇടയിലേ ഉള്ളൂ, അപ്പുറത്ത് വെളിച്ചം സമാധാനമായി. അതില്ല, അഗാധമായ ഇരുട്ട്. അന്ധഫ്യ തമസഹ ദുഷ്പാരഫ്യ, അപ്പുറത്ത് കിടക്കാൻ പറ്റാത്ത, മറുകര കാണാൻ പറ്റില്ല. ദുഷ്പാരം, പാരം വെച്ചാൽ മറുകര. ദുഷ്പാരം, മറുകര കാണാനാവാത്ത അഗാധമായ ആ ഇരുട്ടിൻ്റെ പാരകം, പാരത്തെ പ്രാപിക്കുന്നത്, അപ്പുറത്തെത്തിക്കുന്നത്. പാരകം, പാരത്തെ ഗമിപ്പിക്കുന്നത്. പാരം വെച്ചാൽ മറുകര. അപാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപാരം എന്ന അർത്ഥം മറുകര കാണാനാവാത്തതന്നെ ഉള്ളൂ, മറുകര ഇല്ലാത്തതെന്നല്ല. മറുകര നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സമുദ്രം നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ അക്കരെ ഇല്ല, അക്കരെ ഇല്ലാത്ത സമുദ്രം ഇല്ല, പക്ഷെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ട് അപാരമായ സമുദ്രം എന്ന് നമ്മൾ പറയും. അപ്പൊ അപാരം വെച്ചാൽ ദുഷ്പാരം എന്നാണ്. കാരണം എന്താണ്, കണ്ടെത്താൻ വിഷമമുള്ളതെന്നുള്ളൂ. അല്ല സമുദ്രത്തിൽ മറുകര ഇല്ലാതിരിക്കില്ല, ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. പാരകം, അപ്പുറത്ത് കിടക്കാൻ പറ്റുന്ന. അപ്പൊ എന്താണ്, ദുഷ്പ്രാപഫ്യം അന്ധഫ്യ തമസഹ തഫ്യ അദ്യ പാരകം ത്വം. അങ്ങനെയുള്ള ദുഷ്പ്രാപമായ അന്ധമായ തമസിന്റെ മറുകര എത്തിക്കുന്നവനാണ് താങ്കൾ അങ്ങ്. ഫച്ചക്ഷുഹു ജന്മനാം അന്തേ, ശ്രേഷ്ഠമായ കണ്ണ്. ഫച്ചക്ഷുഹു, ഫത്തായ ചക്ഷു. ഫച്ചക്ഷുഹു ത്വം, അങ്ങ് നല്ല കണ്ണാണ് ഞങ്ങൾക്ക്. എന്താ കണ്ണിന്റെ നല്ല കണ്ണ്? ശരിക്ക് കാഴ്ച തരും. അപ്പൊ എന്താണ്, ഇരുട്ടാകുന്ന അജ്ഞാനത്തെ മുഴുവൻ മാറ്റിയിട്ട് നല്ല പ്രകാശസ്വരൂപമായ വെളിച്ചത്തെ, ജ്ഞാനത്തെ തരുന്നവനാണ് അങ്ങയുടെ കണ്ണ്. ഫക്ഷുഹു ജന്മനാം അന്തേ ലബ്ധമേ ത്വദ് അനുഗ്രഹാത്. ജന്മനാം അന്തേ, ജന്മങ്ങളുടെ അവസാനത്തിൽ മേ ലബ്ധം, എനിക്ക് ലഭിച്ചിരിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. ഈ ശ്രേഷ്ഠമായ പ്രകാശത്തിന്റെ കണ്ണ്, അങ്ങയുടെ കണ്ണ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഒരിക്കലും കര കാണാൻ പറ്റാത്തതെന്ന് വിചാരിച്ച, മറുകര കടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച അഗാധമായ ഈ സംസാരത്തിന്റെ അക്കരയ്ക്ക് ചെന്ന് ചേരാൻ ഉപകരിക്കുന്നതാണ് അങ്ങയുടെ ശ്രേഷ്ഠമായ ഈ കണ്ണ്, ഈ പ്രകാശം. ആ കാരുണ്യം കൊണ്ട് എൻ്റെ ധാരാളം ജന്മങ്ങളുടെ അവസാനം ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്ക് ജന്മം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കാം. തഫ്യത്വം തമസോന്ധഫ്യാ ദുഷ്പാരഫ്യദ്യപാരകം സച്ചക്ഷുർജന്മനാമന്തേ ലബ്ധം മേ തദനുഗ്രഹാത്. ദുഷ്പാരഫ്യാം അന്ധഫ്യ തഫ്യ തമസഃ പാരകം സച്ചക്ഷുഃ ത്വം ത്വദനുഗ്രഹാത് ജന്മനാം അന്തേ മേ ലബ്ധം. തഫ്യത്വം തമസോന്ധഫ്യാ ദുഷ്പാരഫ്യദ്യപാരകം സച്ചക്ഷുർജന്മനാമന്തേ ലബ്ധം മേ തദനുഗ്രഹാത്. തഫ്യത്വം തമസോന്ധഫ്യാ ദുഷ്പാരഫ്യദ്യപാരകം സച്ചക്ഷുർജന്മനാമന്തേ ലബ്ധം മേ തദനുഗ്രഹാത്. തഫ്യത്വം തമസോന്ധഫ്യാ ദുഷ്പാരഫ്യദ്യപാരകം സച്ചക്ഷുർജന്മനാമന്തേ ലബ്ധം മേ തദനുഗ്രഹാത്. യ ആദ്യോ ഭഗവാൻ പുംസാമീശ്വരോ വൈ ഭവാൻ കില ലോകസ്യ തമസാന്ധംസ്യ ചക്ഷുഃസൂര്യൈവോദിതാം. യാതൊരു ഭഗവാനാണോ ആദ്യോ ഭഗവാൻ, ആദ്യൻ, എല്ലാത്തിനും കാരണഭൂതനായിരിക്കുന്നവനാണ് ആദ്യൻ. എല്ലാ കാര്യങ്ങൾക്കും കാരണമാണ് ആദ്യം. കാരണത്തിൽ നിന്നാണ് പിന്നെ കാര്യം ഉണ്ടാകുന്നത്. ആദ്യനായ ഭഗവാൻ അങ്ങ് പുംസാം ഈശ്വര, മനുഷ്യരുടെ ഈശ്വരനാണ്, മനുഷ്യരെ നിയന്ത്രിക്കുന്നവനാണ്, ഈശിതാവാണ് അങ്ങ്. വൈ, തീർച്ചയായിട്ടും, ഭഗവാൻ കില, ഭവാൻ കില, അങ്ങ് എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ തന്നെയാണല്ലോ. അതിൽ ഒരാശങ്കയില്ല. വെറും മകൻ എന്നുള്ള മട്ടിലല്ല ഭൂമൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവ് തന്നെയാണ്. ലോകസ്യ തമസാന്ധഫ്യ ചക്ഷുഃ,
ഇരുട്ടുകൊണ്ട് വ്യാപരിച്ച് കണ്ണു കാണാതിരിക്കുന്ന അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിരിക്കുന്ന ലോകത്തിനെ സൂര്യനെ പോലെ ഉദയം ചെയ്തവനാണ്. സൂര്യ ഇവ ഉദിത, സൂര്യനെ പോലെ ഉദയം ചെയ്തവനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് മാത്രമേ ഈ പ്രകാശസ്വരൂപമായ യഥാർത്ഥ ജ്ഞാനം, എന്തുകൊണ്ടാണ് ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നത്, അതിന് യഥാർത്ഥമായ ജ്ഞാനം കിട്ടിയാൽ, അജ്ഞാനമാണ് ദുഃഖത്തിന്റെ കാരണം, യഥാർത്ഥമായ ജ്ഞാനം തരാൻ അങ്ങേക്കേ പറ്റുള്ളൂ. അങ്ങ് സൂര്യനെ പോലെയുള്ളവനാണ്, സൂര്യൻ തന്നെയാണ്, ജ്ഞാനസൂര്യനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഈ ചോദ്യത്തിന്റെ മറുപടി എന്താണ്? അഫത് ഇന്ദ്രിയ തർപ്പണാത് നിർവണ്ണ, ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന്. ഓരോ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ അവസ്ഥ, മനസ്സ് ചെന്നെത്തുന്നത് വേണ്ടാത്തതായിരിക്കും പലപ്പോഴും. അസത്തായ പലതിലും ചെന്ന് മനസ്സ് പെടും, അവിടെ കഷ്ടപ്പെടും, അതിൽ നിന്ന് കരകയറാൻ നീന്തി തുടിച്ച് വിഷമിക്കും, പലരുടെയും സഹായം തേരും, അവസാനം ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം, രക്ഷപ്പെട്ടില്ലെന്ന് വരാം. ഇതല്ല ഇപ്പോഴത്തെ നമ്മുടെ ജീവിതാവസ്ഥ. നമ്മൾ പലരെയും ആശ്രയിക്കും ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടി. പല്ലുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ നോക്കും, ചിലപ്പോൾ ഒന്നും നടക്കില്ല. ഇതൊക്കെ എന്ത് ചെയ്യണം? അനുഭവിച്ചു തന്നെ തീരേണ്ടി വരും. ഇതിനെന്താണ് ഒരു പോംവഴി? ആദ്യോ ഭഗവാൻ പുംസാമീശ്വരോ വൈ ഭവൻ കിലാം ലോകസ്യ തമസന്ധവ്യചക്ഷുഃസൂര്യൈവോദിതാം പുംസാം ആദ്യഃ ഭഗവാൻ സ ഈശ്വരഃ വൈ ഭവാൻ തമസ അന്ധസ്യ ലോകസ്യ ചക്ഷുഃ സൂര്യഃ ഇവ ഉദിതഃ. ആദ്യോ ഭഗവാൻ പുംസാമീശ്വരോ വൈ ഭവാൻ കിലാം ലോകസ്യ തമസന്ധസ്യ ചക്ഷുഃ സൂര്യൈവോദിതാം. ആദ്യോ ഭഗവാൻ പുംസാം ഈശ്വരോ വൈ ഭവൻ കിലാം ലോകസ്യ തമസന്ധസ്യ ചക്ഷുഃ സൂര്യൈവോദിതാം. അഥമേ ദേവ സമ്മോഹം അവാക്രഷ്ടും ത്വമർഹസി യോപഗ്രഹോഹം മമേരി ഏതസ്മിൻ യോജിതസ്ത്വയാം. അഥ, ഇനിയും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഹേ ദേവ സംബോധനയാണ്. ഭൂമൻ, ദേവ, എന്തൊക്കെ വാക്കുകളാണ് മകനെ വിളിക്കുന്നത്? ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പാണ്. ദേവ സമ്മോഹം, മേ സമ്മോഹം, എൻ്റെ ഈ സമ്മോഹത്തെ, എൻ്റെ ഈ മോഹത്തെ അപാകൃഷ്ടും തുടച്ചു മാറ്റുന്നതിനെ, അപാകൃഷ്ടും എന്ന് വെച്ചാൽ തുടച്ചു മാറ്റുക, എൻ്റെ ഈ മോഹത്തെ തുളച്ചു മാറ്റുവാൻ ത്വം അർഹസി, നീ അർഹിക്കുന്നു. കാരണം എന്താണ്? നീ മകനാണ്. മകന്റെ ഒരു കടമയാണ് അമ്മയുടെ മോഹത്തെ മുഴുവൻ തുളച്ചു മാറ്റി കൊടുക്കേണ്ടത് ഒരു മകന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് നീ അർഹിക്കുന്നവനാണ്, അതിനുള്ള യോഗ്യത നിനക്കുണ്ട്. ഇന്ന് ഒരു മക്കൾക്കും അതുണ്ടാവില്ല. തിരിച്ച് മാറ്റിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും, അതിട്ട് ഫലിക്കുകയില്ല. അതേ സമയത്ത് എന്താണ്, ഒരു മകൻ വിചാരിച്ചാൽ അമ്മയുടെ മോഹാന്ധകാരത്തെ മുഴുവൻ തുടച്ചു മാറ്റി അമ്മയുടെ മനസ്സിനെ ശാന്തമാക്കേണ്ട ആളാണ് മകൻ. ഇന്ന് മക്കളൊക്കെ അമ്മയുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാൻ വേണ്ടി സദാ മെനക്കെട്ട് ജീവിക്കുന്നവരാണ്. ഏതൊരു മാതാവും ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നത് മക്കളെ കൊണ്ടാണ്. ഒരു മകൻ ഉണ്ടാകണം നേർന്ന വഴിപാട് നേർന്ന കഷ്ടപ്പെട്ട് എന്ത് പാടുപെട്ടാണ് ഒരു മകൻ ഉണ്ടായത്. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദ്യം അവന്റെ മുഖത്തെ പുഞ്ചിരി നോക്കി ആനന്ദിച്ചു. അവൻ ഒരു വാക്കൊന്ന് ഉച്ചരിക്കുന്ന കണ്ടാൽ അമ്മ ഉദ്വേഗത്തോടെ അടുക്ക് പോയി കേൾക്കും, തിരുത്തി കൊടുക്കും, ഓരോ വാക്കുകളും അവനെ കൊണ്ട് സംസാരിപ്പിക്കും. എന്തൊരു സന്തോഷമാണ് അമ്മയ്ക്ക്. ഒരു 8 വയസ്സ് കഴിഞ്ഞാൽ ഈ മകന്റെ വായിൽ നിന്നും ഒരു വാക്കും കേൾക്കാൻ ഈ അമ്മ ഇഷ്ടപ്പെട്ടില്ല. അത്ര വാക്കുകളായി പറയാം അമ്മയെക്കുറിച്ച്. നോക്കൂ, ഇതുവരെ ആറ്റുനോട്ടിരുന്ന ഒരു വാക്കൊന്ന് ഉച്ചരിച്ച് കിട്ടിയാൽ മതിയവൻ. എനിക്ക് കേൾക്കാൻ എന്ത് കൗതുകമാണെന്ന് കാത്തിരുന്ന അമ്മ ഈ മകൻ വലുതാകുമ്പോൾ അവന്റെ വായിൽ നിന്ന് ഈശ്വരാ ഒരു വാക്കും വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മമാർ ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ധാരാളം കാണാം. നോക്കൂ, എന്ത് മാറ്റമാണ്.
മാതാപിതാക്കളുടെ മനസ്സിൽ കാണുന്ന ദുശ്ചിന്തകളെയൊക്കെ തുടച്ചു നീട്ടി അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചു വിടേണ്ടവരാണ് മക്കൾ. ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമ്മയും ഈ മകനും. ഇതുപോലെ മാതൃകകളായ ഒരമ്മയും മകനും ഈ ഭാഗവതത്തിലുള്ള വേറെ നമുക്ക് കാണാൻ കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഈ ദുഃഖത്തെ തുടച്ചു മാറ്റാൻ നീ അർഹിക്കുന്നവരാണ്. യോ അവഗ്രഹോ അഹം എന്ന്. അവഗ്രഹം തൽ അഭിമാനമാണ്. യാതൊരു അഭിമാനമാണോ അഹം മമ ഇതി, ഞാനെന്നും എൻ്റേതെന്നുമുള്ള യാതൊരു അഭിമാനമാണോ, യോ അവഗ്രഹോ അഹം മമ ഇതി ഏതസ്മിൻ യോജിതസ്ത്വയാ, ഏതസ്മിൻ ഇതിലേക്ക്, ത്വയാ അങ്ങയാൽ, യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശരീരത്തില് ഞാനെന്നും എൻ്റേതെന്നും ഉള്ള രണ്ട് ചിന്തകൾ ബലമായി എൻ്റെ അഭിമാനത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ അഭിമാനത്തെ വളർത്തുന്ന രണ്ട് ഘടകം ഞാനെന്നും എൻ്റേതെന്നും. എപ്പോഴാണോ ഒരു കുട്ടി പ്രാപ്തനായി ഞാനെന്ന് വിളിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ അവൻ്റെ ഉള്ളിൽ അഹന്തയുണ്ടാകും, അഭിമാനം ഉണ്ടാകുകയാണ്. ഞാൻ അടുത്ത അഭിമാനം ഇതെൻ്റേതാണ്, ഈ ധനം എൻ്റേതാണ്, ഈ മുറി എൻ്റേതാണ്, ഈ ഭക്ഷണം എൻ്റേതാണ്, ഈ വസ്ത്രം എൻ്റേതാണ് എന്നിങ്ങനെ ഓരോന്നും എൻ്റേതാണ് എന്ന് അഭിമാനിക്കരുത്. അപ്പൊ ഞാനെന്നും എൻ്റെ എന്നുള്ള രണ്ടും എന്ത് തന്നെയാണ്? അഭിമാനം തന്നെയാണ്. ഈ രണ്ട് അഭിമാനത്തിലാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്. ഞാനല്ല, നമ്മളൊക്കെ ഞാനെന്ന അഭിമാനത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു ദിവസം ആരംഭിക്കുന്നത് ഞാൻ എന്ന വാക്കുപയോഗിച്ചിട്ടാണ്. ഞാൻ എഴുന്നേറ്റു, ഞാൻ ഉണർന്നു, ഞാൻ പലതേച്ചു, ഞാൻ മുഖം കഴുകി, ഞാൻ കുളിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഈശ്വര പൂജ ചെയ്തു, ഞാൻ വായിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ ചിരിച്ചു, ഞാൻ കരഞ്ഞു, ഞാൻ വണ്ടിയിൽ കയറി, ഇങ്ങനെ പോയാൽ അവസാനം ഞാൻ ഉറങ്ങാൻ കിടന്നു. ഇതുവരെ ആര് കൂടെയുണ്ട്? ഞാൻ കൂടെയുണ്ട്. ഇത് അഭിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഞാനെന്ന അഭിമാനത്തെ മാറ്റി പറഞ്ഞു നോക്കിക്കോളൂ. എഴുന്നേറ്റു, കുളിച്ചു, കാപ്പി കുടിച്ചു, ഈശ്വര പൂജ ചെയ്തു, വണ്ടിയിൽ കയറി, യാത്ര ചെയ്തു, ജോലി ചെയ്തു, ഉറങ്ങി. ആരില്ല? ഞാനില്ല. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഞാൻ കൂടെ വേണം. ഇതെന്താണ്? അഭിമാനത്തിന്റെ പ്രതീകമാണ്. ഇതില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ അവിടെ പോയെന്ന് പറയും. അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാകും. പക്ഷെ ഞാൻ അവിടെ പോയിരുന്നു. ഈ ഞാൻ എന്ത് ചെയ്യും? എവിടെയും വലിച്ചഴിച്ച് മുമ്പിൽ കൊണ്ട് നിർത്താൻ നമുക്ക് വലിയ താല്പര്യമാണ്. ഈ രണ്ടാമത്തെ താല്പര്യം എൻ്റെ എന്നുള്ള വിഷയത്തിലാണ്. ഇതെല്ലാം എൻ്റേതാണ് എന്ന അഭിമാനം കൂടി വരികയാണ്. നിസ്സാരപ്പെട്ട ഒരു വസ്ത്രം പോലും ആ തൊട്ടടുത്ത കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ഒരു വസ്ത്രം ഉടുത്തു കഴിഞ്ഞാൽ അപ്പം മുതൽ എന്തായി? എൻ്റെ വസ്ത്രമാണിത്, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് എപ്പോഴാണ് എൻ്റേതായത്? ഞാൻ ആ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചപ്പോൾ എൻ്റേതായി. വസ്തുത എൻ്റെ ആണോ? അല്ല, കടക്കാരൻ്റെ അല്ലേ. ഞാനത് എൻ്റേതാക്കി മാറ്റി. എന്തുകൊണ്ടാണ്? അഭിമാനം. അപ്പം ഓരോ നിമിഷവും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നിനോടും നമുക്ക് എന്താണ്? എൻ്റെ വീടാണ്, എൻ്റെ കട്ടിലാണ്, എൻ്റെ മേശയാണ്, എൻ്റെ പുതപ്പാണ്, ഇതൊക്കെ എൻ്റേതാണ്. ഈ പാത്രങ്ങളൊക്കെ എൻ്റെ പാത്രമാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. അഥവാ കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതിന് സമാധാനമില്ല. കാരണം എന്താണ്? എൻ്റെ പാത്രം പോയി. ഇത് ആരുടെ പാത്രമാണ്? കടയിൽ നിന്ന് മേടിച്ചതല്ലേ. അത്രയല്ലേ ഉള്ളൂ. ഓരോ വീട്ടമ്മമാരുടെയും ദുരനുഭവങ്ങളെ ഭാഗവതം വിശദീകരിച്ച് കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാണ് ഇന്നും ഇതിനൊരു മാറ്റമില്ല. എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് വ്യാസൻ ഇത് പറഞ്ഞത്. ഇന്നത്തെ ആൾക്കാരിൽ ഇത് തന്നെയല്ലേ നിലനിൽക്കുക. യോ അവഗ്രഹോ അഹം മമേതി,
ഏതസ്മിൻ യോജിതസ്ത്വയാ, എൻ്റെ ആ മോഹത്തെ എന്ത് ചെയ്യണം? നശിപ്പിച്ചു കളയാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങയുടെ മായാശക്തി കൊണ്ടാണ് ഈ അഭിമാനത്തെ വളർത്തി കൊണ്ടുവരുന്നത്. ഈ മായ മാറ്റിയിട്ട് പരമാർത്ഥബോധം ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഏതസ്മിൻ യോജിതസ്ത്വയ, ഈ പരമാർത്ഥ ബോധത്തിലേക്ക് യോജിപ്പിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത് യോജിക്കാത്തിടത്തോളം ഞാൻ ഈ അജ്ഞാനമാകുന്ന അന്ധമായ തമസിൽ മറുകര കാണാതെ കഷ്ടപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് അപ്പുറത്തുള്ള പ്രകാശത്തെ കാണിച്ചു തരണം. അതുകൊണ്ട് ആ പരമാർത്ഥബോധം എനിക്ക് ഉണ്ടാക്കിത്തരാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ അഭിമാനത്തെ തീർത്ത് എന്നെ രക്ഷിക്കണം സാരം. ഏതൊരമ്മയും ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ എൻ്റെ 2 അഭിമാനത്തെ ഇല്ലാതാക്കി തരണം എന്ന്. ഇതാരും പ്രാർത്ഥിക്കാറില്ല. എല്ലാവർക്കും നീണ്ട ഓരോ ലിസ്റ്റുകൾ കൊടുക്കാറുണ്ട്, ആവശ്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രം മതി, വേറൊന്നുമില്ല. മറ്റൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞാനും എൻ്റെയൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അതിന് കളയാൻ ഉദ്ദേശിക്കത്തില്ല. അപ്പോൾ ഓരോ അമ്പലത്തിൽ ചെന്നാലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കേണ്ട ഈശ്വര, ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കി തരണമേന്ന്. അത് നിലനിൽക്കുന്നിടത്തോളം ദുഃഖമാണ്. അത് മാറിയെങ്കിൽ മാത്രമേ സുഖം അനുഭവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ അമ്മ ആവശ്യപ്പെട്ടത്, യോ അവഗ്രഹോ അഹം മമേതി ഇത്യേതസ്മിൻ യോജിതസ്ത്വയ. ഇത് ഈ ആത്മഭാവത്തോട് യോജിപ്പിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അതും കൂടി സാധിപ്പിച്ചാൽ. വാസ്തവത്തിൽ കപിലന്റെ അമ്മ കർദമന്റെ പത്നി എത്ര യോഗ്യതയുള്ള ഒരു അമ്മയാണ് ഈ കഷ്ടത അനുഭവിക്കുന്നത് നോക്കൂ. നമുക്കിതൊന്നുമില്ല. നമ്മുടെ ഭർത്താവ് കർദമനല്ല, നമ്മുടെ മക്കൾ കപിലന്മാരുമല്ല. എന്നിട്ടും ഇതൊക്കെ ആയിട്ടും ഈ അമ്മ അനുഭവിച്ച ദുരന്തത്തിന്റെ കാരണം, ഒരുപക്ഷെ ഇത് ലോകത്തിലെ എല്ലാ അമ്മമാരും ചോദിക്കേണ്ട ചോദ്യം ആര് ചോദിച്ചാണ്? ദേവഹൂതി ചോദിച്ചാണ്. അമ്മമാരുടെ ഒരു പ്രതിനിധിയാണ് ദേവഹൂതി. അവൾ ചോദിച്ചതാണ്, അഥമേ ദേവ സമ്മോഹം അവാകൃഷ്ടും ത്വമർഹസി യോ അവഗ്രഹോ അഹം മമേതി ഏതസ്മിൻ യോജിതസ്ത്വയാം. ഏതസ്മിൻ അഹമിതി മമ ഇതി യഹ അവഗ്രഹഃ ത്വയാ യോജിതഃ ഹേ ദേവ മേ സമ്മോഹം അപാകൃഷ്ടും ത്വം അർഹസി. അഥമേ ദേവ സമ്മോഹം അപാകൃഷ്ടും ത്വമർഹസി യോ അവഗ്രഹോഹം മമേത്യേതസ്മിൻ യോജിതസ്ത്വയാം. അഥമേ ദേവ സമ്മോഹം അപാകൃഷ്ടും ത്വമർഹസി യോ അവഗ്രഹോഹം മമേതി ഏതസ്മിൻ യോജിതസ്ത്വയാം. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരകുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. തം ത്വാ ആഗതം അഹം, അങ്ങനെയുള്ള അങ്ങയുടെ അടുത്തേക്ക് വന്നവളായ ഞാൻ. തം ത്വാ ആഗത അഹം, ശരണ്യം ശരണം, ശരണം തരാൻ യോഗ്യനായ അങ്ങയെ ശരണം പ്രാപിച്ചു. ശരണ്യം എന്നുവെച്ചാൽ ശരണം കൊടുക്കാൻ യോഗ്യതയുള്ളവൻ. അങ്ങനെയുള്ള ആശ്രയിക്കാൻ പാകമായുള്ള അങ്ങയെ തന്നെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. എനിക്ക് ആരില്ല? ഭർത്താവില്ല. ഇനി ആര് മാത്രമേ ഉള്ളൂ? ഒറ്റൊരു മകൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരെയാണ്? അതുകൊണ്ടാണ് ശരണ്യനായ അങ്ങയെ തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ശരണം പ്രാപിക്കുന്നു. സ്വഭൃത്യ സംസാരതരോ കുഠാരം, അങ്ങയുടെ ഭൃത്യന്മാരുടെ സംസാരവൃക്ഷത്തിന്റെ മഴുവായി തീർന്നിരിക്കുന്നവനാണ് അങ്ങ്. സ്വഭൃത്യ
സംസാരതരോഹ, തരുഞ്ച വൃക്ഷം, സംസാര നിഗമകൽപ്പതരോർഗളിതം എന്നൊക്കെ ഭാഗവതത്തിന് ആദ്യം നമ്മൾ പഠിച്ചാണ്. വേദം എന്താ നിഗമമാകുന്ന കൽപ്പവൃക്ഷം. അപ്പൊ തരുഞ്ച വൃക്ഷം, ഇവിടെ തരോഹു വൃക്ഷത്തിന്റെ. ഏത് വൃക്ഷമാണ്? സംസാര വൃക്ഷത്തിന്റെ. ആ സംസാര വൃക്ഷത്തെ മുറിച്ചു കളയാനുള്ള കുഠാരമാണ്, മഴുവാണ് അങ്ങ്. അങ്ങ് വിചാരിച്ചാൽ സംസാര വൃക്ഷത്തെ മുറിച്ച് ഛേദിച്ചു കളയാൻ സാധിക്കും. സ്വഭൃത്യ സംസാരതരോഹു, അങ്ങയുടെ ഭൃത്യന്മാർക്ക് അനുഭവിക്കുന്ന സംസാര ദുഃഖത്തെ ഛേദിച്ചു കളയാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ. ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ, ജിജ്ഞാസയ അഹം, അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയവളാണ് ഞാൻ. ജിജ്ഞാസ ജ്ഞാതുമിച്ഛ, അറിയുവാനുള്ള ആഗ്രഹം. ജിജ്ഞാസയ അഹം, ഞാൻ. ആരുടെ ജിജ്ഞാസ? പ്രകൃതേഹ പുരുഷസ്യ, ഈ പ്രകൃതിയുടെയും പുരുഷന്റെയും സ്വരൂപത്തെ അറിയാനുള്ള ജിജ്ഞാസ എനിക്കുണ്ട്. സംസാരമാകുന്ന വൃക്ഷത്തെ ഛേദിക്കാനുള്ള പരമഗുരു സ്വരൂപനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ ശരണം പ്രാപിച്ചവളായിട്ട് ഞാൻ നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം, സദ്ധർമ്മത്തെ അറിയുന്ന വരിഷ്ഠനായ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നതാണ്. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം, ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. സ്വഭൃത്യ സംസാരതരോഹോ കുഠാരം ശരണ്യം തം ത്വാ അഹം ശരണം ഗതാ. പ്രകൃതേഹ പുരുഷസ്യ ജിജ്ഞാസയാ സദ്ധർമ്മവിദം വരിഷ്ഠം ത്വാം നമാമി. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം, ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം, ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. മൈത്രേയ ഉവാച. ഒരു വരി കൂടിയുണ്ട്. ഇത് സ്വമാതുർനിരവദ്യമിപ്സിതം നിശമ്യ പുംസാമപവർഗവർദ്ധനം, ധിയാഭിനന്ദ്യാത്മവതാം ഫതം ഗതത്വഭാഷ ഈഷസ്മിതശോഭിതാനന. ഇഷ്ടപോലെ ഇത് ഇങ്ങനെ മാതുഹു, സ്വന്തം അമ്മയുടെ നിരവദ്യം ഈപ്സിതം, ദോഷരഹിതമായ ആഗ്രഹത്തെ, ഈപ്സിതത്തെ നിശമ്യ കേട്ടിട്ട്, പുംസാം അപവർഗവർദ്ധനം, പുരുഷന്മാർക്ക് മോക്ഷത്തെ വർദ്ധിപ്പിക്കുന്ന ഈ മാതാവിൻ്റെ വാക്ക് കേട്ടിട്ട്, ധിയാ അഭിനന്ദ്യ, ബുദ്ധി കൊണ്ട് അഭിനന്ദിച്ചു. ആത്മവതാം ഫതാം ഗതി, ആത്മവാന്മാരുടെ സജ്ജനങ്ങളുടെ ഗതി ഇതാണ് എന്ന് ബഭാഷ പറഞ്ഞു. ഈഷസ്മിത ശോഭിതാൻ, അല്പം പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയോട് മറുപടി പറയാം. അടുത്ത ശ്ലോകം മുതലാണ് കപിലോപദേശം ആരംഭിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് അതിന് മുമ്പുള്ള രാമുഖം വരെ പറഞ്ഞു വെച്ചാൽ, പുംസാം അപവർഗവർദ്ധനം നിരവദ്യം സ്വമാതുഹു ഇതി ഈപ്സിതം നിശമ്യ ധിയാ അഭിനന്ദ്യ ആത്മവതാം സദാം ഗതിഹി ഈഷസ്മിതശോഭിതാനനഃ ബഭാഷ. ഇതി സ്വമാതുർനിരവദ്യമിപ്സിതം നിശമ്യ പുംസാമപവർഗവർദ്ധനം ധിയാ അഭിനന്ദ്യാത്മവതാം സദാം ഗതത് ബഭാഷ ഈഷസ്മിതശോഭിതാനനാം. ഇതി സ്വമാതുർനിരവദ്യമിപ്സിതം നിശമ്യ പുംസാമപവർഗവർദ്ധനം ധിയാഭിനന്ദ്യ ആത്മവതാം സദാം ഗതത് ബഭാഷ ഈഷസ്മിതശോഭിതാനനാം. നമുക്കിവിടെ ഉപസംഹരിക്കാം. അത്യാവശ്യം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിന്റെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരെയൊന്ന് പറഞ്ഞു തരുന്നു. സംശയം അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം.
ഇല്ലേ? ഉപസംഹരിക്കാം.